അപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് RJ ബിൻസിയാണ്. അപ്പൊ RJ ബിൻസി പുറത്തായതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, RJ ബിൻസി അതല്ലെങ്കിൽ ശൈത്യ ആയിരിക്കും എന്നാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്ന കമന്റ്സ് മുഴുവനും RJ ബിൻസി അല്ലായിരുന്നു പുറത്താകേണ്ടത്, അതിനകത്ത് RJ ബിൻസിയെക്കാട്ടിലും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് മത്സരാർത്ഥികൾ അകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് കമന്റ്സ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ എനിക്ക് ഇന്നലെ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ RJ ബിൻസിയുടെ ഫാനൊന്നും അല്ല, പക്ഷേ എന്നാൽ RJ ബിൻസി പുറത്താകേണ്ട ഒരു മത്സരാർത്ഥി അല്ലായിരുന്നു. കാരണം കുറച്ച് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു RJ ബിൻസി. തുടക്കത്തിൽ ആദ്യം 1-2 ദിവസം അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതിപ്പോ സ്വാഭാവികമാണ്, ആരായാലും അങ്ങനെയാണ്. അപ്പൊ ഒന്നും അറിയാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ താമസിക്കാനായിട്ട് ചെല്ലുകയാണ്. നമുക്ക് ഒട്ടും അറിയാത്ത 19 പേർ, മൊത്തത്തിൽ 20 പേരാണ് മത്സരാർത്ഥികളായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് പഠിക്കാനും എല്ലാവരും ഒന്ന് അറിയാനും എല്ലാവർക്കും കുറച്ച് സമയം വേണം. അപ്പൊ അതിന്റെ ഒരു 1-2 ദിവസം ഒരു ആക്റ്റീവ് അല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. ബിൻസിക്ക് മാത്രമല്ല മിക്ക മത്സരാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരി പതുക്കെ പതുക്കെ ആക്റ്റീവായി തുടങ്ങുകയായിരുന്നു. അതേസമയം ഇപ്പം ഗെയിം ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എനർജിയോട് കൂടിയായിരുന്നു RJ ബിൻസി ഗെയിം കളിക്കുന്നത്. പക്ഷെ ഗെയിമിൽ പോലും കളിക്കാത്ത മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലുണ്ട്. ഗെയിം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്താൽ ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ട്. പുള്ളിക്കാരി തന്നെ ഇന്നലെ പറയുന്നുണ്ട്, എന്നിലെ ഫുള്ള് പുറത്ത് വന്നിട്ടില്ല, ഞാൻ പതുക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു, ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു, പക്ഷെ എന്നെ ശരിക്കും ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല, ഞാൻ എന്നും ആയി വരുന്നതേ ഉള്ളായിരുന്നു എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളല്ല ഒന്നും തീരുമാനിക്കുന്നത്, ഇതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ജനങ്ങളല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? PR വർക്കുകളാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ആരകത്ത് നിൽക്കണം, ആര് പുറത്ത് പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് PR വർക്കുകളാണ്. RJ ബിൻസിയൊക്കെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ഒരിക്കലും ഈ ഒരു സമയത്ത് പുറത്തു പോകേണ്ട ഒരാളായിരുന്നില്ല. കുറച്ചു കാലം കൂടിയൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാം തീരുമാനിക്കുന്നത് PR അല്ലേ. കാണികൾ നമ്മൾ, ജനങ്ങൾ നമ്മൾ മണ്ടന്മാരാണ്. ശരിക്കും എല്ലാം തീരുമാനിക്കുന്നത് PR-കളാണ്. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് നന്നായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നവര് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയണം. കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒത്തിരി മത്സരാർത്ഥികൾ ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അറിയാമല്ലോ ആരൊക്കെയാണെന്നല്ല. രേണുസുതി എന്ത് കണ്ടന്റാണ് ബിഗ് ബോസിൽ കൊടുക്കുന്നത്? ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. രേണുസുതിയെ മിക്കപ്പോഴും നമുക്ക് കാണാൻ പോലും കിട്ടാറില്ല. പുള്ളിക്കാരി ആരെങ്കിലും ചെന്ന് ചൊറിഞ്ഞാൽ മാത്രമേ ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അതിനുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ശൈത്യ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയും. ഇപ്പം വരെയും ശൈത്യ അത്ര ആക്റ്റീവ് അല്ല. പുള്ളിക്കാരി വലിയ കണ്ടന്റ് ഒന്നും പുള്ളിക്കാരിയും കൊടുക്കുന്നില്ല. എന്നാൽ ചിലപ്പോൾ ബിൻസിയെ പോലെ കയറി വന്നേക്കാം. അതുപോലെ തന്നെയാണ് ഷാരിയൊക്കെ വല്ലതൊക്കെ വിളിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഗെയിമുകളൊന്നും ചെയ്യുന്നില്ല. ഒനിയൻ സാബു ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നലെ ഓട്ടോയിൽ വരുന്നത് പുതിയ ആൾക്കാരായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഓട്ടോറിക്ഷയിൽ വന്നത് ഷാരികയും ഒനിയൻ സാബു ആയിരുന്നു. ഇവര് മാറി നിൽക്കായിരുന്നല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരുമായിരുന്നു ഓട്ടോറിക്ഷയിൽ വന്നത്. പുറത്ത് പോയത് നന്നായിട്ട് കളിക്കുന്ന, നന്നായിട്ട് ഗെയിം ചെയ്യുന്ന ഒരാളാണ് പുറത്തു പോയത്. ശരിക്കും നല്ല അസലായിട്ട് PR വർക്കുകൾ പുറത്ത് നടക്കുന്നുണ്ട്. അത് നമ്മളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ കാണാൻ പറ്റുമല്ലോ. നമ്മളെ ആരെങ്കിലും അതിനകത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് എതിരെ ഒന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് നോക്കും, അപ്പൊ വരും PR-കള്. അച്ഛൻ അമ്മ എല്ലാരെയും തെറി വിളിച്ച് അഭിഷേകം നടത്തുകയാണ് PR വർക്കുകളുടെ ജോലി. ഇത്രയും ആത്മാർത്ഥതയോടെയാണ് PR-കളുടെ ജോലി ചെയ്യുന്നത്. അപ്പൊ മത്സരാർത്ഥികൾക്ക് സമാധാനത്തോടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാം. ഇനി അല്ലാതെ എന്തെങ്കിലും കാരണത്താൽ പുറത്ത് പോയെങ്കിലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ടന്റ് ചെയ്യുന്നവര്, നന്നായിട്ട് ഗെയിം ചെയ്യുന്നവര്, നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നവര്, ഇവരൊക്കെയാണ് ബിഗ് ബോസ് ഷോയിൽ വേണ്ടത്. ആ ഒരു വീട്ടിൽ നിലനിൽക്കാൻ അർഹതയുള്ളത് ഇവരൊക്കെയാണ്. RJ ബിൻസി മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ ഇന്നലെ. അപ്പൊ ഇന്ന് ആരാണ് പുറത്തു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ എനിക്കുണ്ടായ എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം.